ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം മഴ നോക്കിയിരുന്നു കേട്ടോ. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുന്നതും മഴ ഇങ്ങനെ നോക്കിയിരിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മഴ അത്യാവശ്യം പെയ്ത് ഒന്ന് കുറവായപ്പോൾ പിന്നെ ഞാൻ വേഗം കിച്ചണിലേക്ക് പോയിട്ട്, അപ്പോൾ മോൾക്കാണെങ്കിൽ ഇന്ന് സ്പെഷ്യൽ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇക്കാക്കുള്ള എനിക്ക് കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത്. ഇക്കാക്ക് പാലൊഴിച്ചിട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചില സമയത്ത് അങ്ങനെയാണ്, നടന്നു വന്നാൽ ഒരു ചായയൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ചായയൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് ഇക്കാക്കുള്ള ചായയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി ലഞ്ചിനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരേ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം വെള്ളവും അതേപോലെ തന്നെ അരിയും കൂടെ ഒരുമിച്ച് തന്നെ വെച്ചു വിട്ടാൽ പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് പിന്നെ രണ്ടും ഒരുമിച്ച് തന്നെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നൂൽപുട്ടിന് ഉള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം പിഴിച്ചെടുത്തു കേട്ടോ. അപ്പോൾ സാധാരണ ചില സമയത്ത് ചില പൊടിയുടെ ആയിരിക്കും നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചാൽ അത് ശരിക്കുണ്ട് താഴെ വരാറില്ല, അങ്ങനെ ടൈറ്റായിട്ടിരിക്കുക അല്ലെങ്കിൽ മുറിഞ്ഞ് മുറിഞ്ഞ് വരിക ഒക്കെ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കുഴക്കുന്നതിൻ്റെ വാട്ടുന്നതിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം. ഇന്ന് എന്തായാലും ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ അത് പിഴിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബീൻസ് അരിയാന്ന് വിചാരിച്ചു, മോൾക്ക് ലഞ്ചും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ വേഗം ബീൻസൊക്കെ അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ബീൻസിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ബീൻസ് അതിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചു. അപ്പോൾ അത് വേകുമ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിൽ പച്ചമുളകും അതേപോലെ തന്നെ ഉള്ളിയും കൂടെ ഉപ്പിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബീൻസിലേക്ക് അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഉപ്പേരി റെഡിയായി. അപ്പോൾ ഇതാ ബീൻസ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ തേങ്ങ ഒതുക്കി ചേർത്തതും കൂടെ ഇട്ട് കൊടുത്താൽ ഉപ്പേരി റെഡി. അപ്പോൾ പിന്നെ മോൾക്ക് കൊണ്ടുപോകാനുള്ളതും കൂടെ ആയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി നൂൽപുട്ട് അപ്പോഴേക്കും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ട് ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചൂടാറിയപ്പോൾ വേഗം കാസറോളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂൽപുട്ട് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലും അതേപോലെ തന്നെ പഴവുമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര, നെയ്യ് ഇങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും മോള് ഡ്രസ്സൊക്കെ മാറി വന്ന് അവൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് ലഞ്ചിന് മീൻ ഫ്രൈ ചെയ്യും, അതേപോലെ തന്നെ തക്കാളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഒരു 3-4 നല്ല പഴുത്ത തക്കാളി എടുക്കുക. അതിലേക്കൊരു സവാളയും കൂടെ അരിഞ്ഞിടുക, 2-3 പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, 2 വെളുത്തുള്ളി, ഇത്രയും ഇട്ടിട്ട് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, 1ാം പാൽ മാറ്റി വെക്കുക, 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുക്കറിലൊരു 3-4 വിസിലടിച്ചാൽ നന്നായി വേവിച്ചിട്ട് വരും. എന്നിട്ടൊന്ന് വിസിലൊക്കെ പോയതിന് ശേഷം പിന്നെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിൽ 2ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് താളിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മീൻ അപ്പോഴേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഫ്രൈ ചെയ്യാൻ കൂടെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പേരിയും അതേപോലെ തന്നെ തക്കാളിക്കറിയും അതേപോലെ മീൻ ഫ്രൈ ചെയ്തതുമാണ്. പിന്നെ അച്ചാർ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തലേ ദിവസം പൊടിപ്പിക്കാനായിട്ട് മില്ലിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ തലേ ദിവസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് രാവിലെയാണ് കേട്ടോ അവർ കൊണ്ടുവന്നത്. അപ്പോൾ അത് വേഗം ബക്കറ്റിലാക്കിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. മഴയെന്ന് രാവിലെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലായി കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, മുളകും മല്ലിയൊക്കെ കഴുകി വെയിലത്ത് ഇട്ട് കേട്ടോ. പിന്നെ കുളിയും നിസ്കാരം ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ സുഡിയോയിൽ പോയിട്ടാണ്. അപ്പോൾ സുഡിയോയിൽ നല്ല ചെരുപ്പിൻ്റെ കളക്ഷനും അതേപോലെ ഡ്രസ്സിൻ്റെ ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് ജസ്റ്റ് ഒന്നൊക്കെ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി അത്യാവശ്യം പിന്നെ നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് 2 ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇന്ന് അവർ നെസ്റ്റോയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. അവിടുന്ന് അവിൽ മിൽക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പോയത് നെസ്റ്റോയിൽക്കാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്ക് തന്നെ ആയിരുന്നു. എന്നാലും ഞങ്ങൾ അവിൽ മിൽക്കും അതേപോലെ തന്നെ ഷവർമയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടല്ലേ പിന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മോളും മിക്കയും പിന്നെ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അതും കൂടെ ഓർഡർ ചെയ്തു. പിന്നെ സൈൻ ലാബനിൽ നിന്ന് ഇവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇങ്ങോട്ട് പാഴ്സലായിട്ട് കൊടുന്നിട്ട് അതും കൂടെ ഇവിടുന്ന് കഴിക്കണം കേട്ടോ. ഇതിനും ഇവരുടെ മസാല ദോശയൊക്കെ വന്ന് അപ്പോൾ അവർ അതും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവിൽ മിൽക്കും അവർ ഓർഡർ ചെയ്തത് അവർ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ അതും കൂടെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷവർമ്മ കിട്ടിയത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവിൽ മിൽക്ക് കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഷവർമ്മ കഴിക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേഗം തിരിച്ചു പോരുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.